വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടിട്ട് വന്നതുപോലെ തന്നെ ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പോൾ കുറേ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ഇപ്പം എൻ്റെ ഹെയർ നല്ലതായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യണമെന്നൊക്കെ കുറച്ച് പേര് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ വീഡിയോ ഇടാം, ആ രീതിക്കാണ് പറഞ്ഞത്. അപ്പോൾ വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. എന്നുവെച്ചാൽ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഹെയർ നന്നായിട്ട് ഗ്രോ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തരാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ആകെയുള്ള വ്യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്. ഇപ്പോൾ ചാനൽ തുടങ്ങിയതേ ഉള്ളൂ, അപ്പോൾ വ്യൂസ് നഷ്ടപ്പെടേണ്ട എന്നുള്ളൊരു ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ പറഞ്ഞു തരാത്തത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണത്, എന്തൊക്കെ ഫുഡാണ് കൺസ്യൂം ചെയ്യണതെന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന മാത്രമേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഹെയറിൻ്റെ പ്രോബ്ലം എന്താണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ പ്രോബ്ലം എന്താണെന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്തോന്നാണ് ഇഷ്യൂ, എനിക്കിപ്പോൾ മുടി നന്നായിട്ട് വളരുന്നുണ്ട്, നിങ്ങൾക്കത് വളരുന്നില്ല, അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം കാണില്ല. അപ്പോൾ നിങ്ങൾ രണ്ടാണ് മെയിൻ റീസൺസ് ആയിട്ട് വരുന്നത്. ഒന്നെന്ന് വെച്ചാൽ ഹെയർ ഗ്രോത്ത് ഇല്ലാതിരിക്കുക, എന്ന് വെച്ചാൽ ഹെയർ വളരാതിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഉള്ള ഹെയർ ഫാൾ പോലും അതേപോലെ തന്നെ ഡാമേജ് കാരണം ഉള്ള മുടി കൊഴിഞ്ഞു പോകുന്നതാണ്. ചിലർക്കാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ, അതായത് ആദ്യം പറഞ്ഞത് രണ്ടാം പറഞ്ഞ കാര്യങ്ങൾ ഒന്നിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഹെയർ ലോസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രോബ്ലം എന്താണ്, ഹെയർ വളരാതിരിക്കുകയാണോ അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയിട്ട് ഹെയർ ഫാൾ നടക്കുകയാണോ, അങ്ങനെ എന്തോന്നാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ആദ്യം കണ്ടുപിടിക്കുക. എന്നാലും നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ട്രീറ്റ്മെൻറ്റ് അല്ല, ഇതിനെ പറ്റിയിട്ടുള്ള ടിപ്സൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഹെയർ ഗ്രോ ചെയ്യാതിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ എടുക്കുന്ന ഫുഡ്, നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഫുഡിൽ ഹെയർ ഗ്രോത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഫുഡ് കഴിക്കണില്ലായിരിക്കും. വെജിറ്റബിൾസ് അതേപോലത്തെ കാര്യങ്ങളൊന്നും കഴിക്കണില്ലായിരിക്കും. ഹെയർ ഫാളിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഹെയർ ഡാമേജ് ആയിരിക്കും, സ്പ്ലിറ്റ് എൻഡ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഹെയറിൽ ഡാൻഡ്രഫ് മൂലം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് രോഗങ്ങൾ, അതായത് തൈറോയിഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹെയർ ഫാൾ നന്നായിട്ട് ഉണ്ടാവും. അപ്പോൾ ആ കാരണങ്ങൾ കൊണ്ടായിരിക്കും നമുക്ക് ഹെയർ ഫാൾ ഉണ്ടാകും. അപ്പോൾ എന്തോന്നാണ് നിങ്ങളുടെ പ്രശ്നമെന്ന് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനെ പറ്റിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അടുത്ത് നമുക്ക് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫുഡാണ്, നമ്മൾ കഴിക്കുന്ന ഫുഡ്. അപ്പോൾ നമുക്ക് ഹെയർ ലോസിനും അതുപോലെ തന്നെ ഹെയർ നല്ലതായിട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫുഡും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഓയിലി ഫുഡ്സ്, ജങ്ക് ഫുഡ്സ്, പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബേക്കറി ഐറ്റംസ്, അതുപോലെ തന്നെ ഭയങ്കര സാൾട്ടി ആയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് പോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ അധികമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഹെയർ ലോസ് ഉണ്ടാവും. അതുപോലെ തന്നെ മുട്ട, പഴം, അതുപോലെ തന്നെ പച്ചക്കറികൾ, ഇലക്കറികൾ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഹെയർ ഗ്രോത്ത് നന്നായിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്ത് പറയുകയാണെങ്കിൽ ഞാൻ വെജിറ്റബിൾസൊക്കെ അധികം കഴിക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ എനിക്ക് പച്ചക്കറികളൊക്കെ ഞാൻ വലുതായിട്ട് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നത് മുട്ടയാണ്. ഞാൻ ഒരു ദിവസം ഒരു മുട്ടയെങ്കിലും കഴിക്കുമായിരുന്നു. കുറേ നാൾ അങ്ങനെ കണ്ടിന്യൂസ് ചെയ്യിച്ചപ്പോൾ ഹെയർ ഗ്രോത്തിന് നന്നായിട്ട് ഇത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നല്ലതുപോലെ വെള്ളം കുടിക്കണം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം 2.5 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരളവ്, അത്രയും അളവിൽ കുടിക്കണമെന്നാണ് പറയുന്നത്. നമ്മൾ 2.5 ലിറ്റർ പോയിട്ട് പ്രത്യേകിച്ച് നമ്മൾ വർക്കിനോ അതായത് ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ 1 ലിറ്റർ വെള്ളം പോലും മിക്കവരും കുടിക്കില്ലായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ വിചാരിക്കും എന്തായാലും വെള്ളം അത് അത്ര വലിയ കാര്യമില്ല, ഞാൻ കുടിക്കുകയൊക്കെ ചെയ്യണമെന്നല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ അതല്ല, നമ്മൾ കൃത്യമായിട്ട് ഇത്രയും ലിറ്റർ വെള്ളം നമ്മൾ അളന്ന് വെച്ച് കുടിക്കുകയാണെങ്കിൽ നല്ല രീതിക്കുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഹെയറിലായാലും സ്കിന്നിലായാലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊരു കാര്യം. പിന്നെ പ്രോട്ടീൻ്റെ അളവ്, അയണിൻ്റെ കുറവൊക്കെ വരുമ്പോൾ നമുക്ക് ഹെയർ ലോസ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും, അതായത് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, ട്രീറ്റ്മെൻറ്റ് അല്ല, നിങ്ങൾ ടിപ്സ് ചെയ്യുന്നുണ്ട്, ഹെയർ നന്നായിട്ട് കെയർ ചെയ്യണമുണ്ട്, എന്നിട്ട് നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള ഹെയർ ലോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ടെസ്റ്റ് നടത്തി നോക്കുക. അതായത് ബ്ലഡ് ടെസ്റ്റ് നടത്തി നോക്കിയിട്ട് ഹോർമോൺ ലെവൽ, അതേപോലെ തന്നെ എന്തെങ്കിലും തൈറോയിഡ് പോലത്തെ രോഗങ്ങളുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇതുണ്ടല്ലോ PCOD അങ്ങനത്തെ പ്രശ്നങ്ങൾ, ഓവറി മറ്റേ യൂട്രസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് ഹെയർ ലോസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ നമ്മൾ മെഡിക്കേഷൻ, നമ്മളെന്തെങ്കിലും പുറത്തു നിന്നുള്ള മെഡിസിൻസ് നമ്മൾ എടുക്കണമെങ്കിൽ അതും ഹെയർ ലോസിന് കാരണമാകും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് നമ്മൾ ഈ കൃത്യമായിട്ട് നമ്മൾ ഹെയറിൻ്റെ കെയർ ചെയ്യണമെന്ന് നമുക്ക് ബോധമുണ്ട്, പക്ഷേ എന്നിട്ടും നമുക്ക് ഹെയറിന് ഗ്രോത്ത് വരുന്നില്ല, ഹെയർ ഫാൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിലാണ് ഈ ബ്ലഡ് ടെസ്റ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതാണ്, നമ്മൾ വെള്ളം നല്ലപോലെ കുടിക്കുക, ഫുഡ് കഴിക്കുക, അതായത് നല്ല പോഷകാഹാരങ്ങൾ കഴിക്കുക, മുട്ട കഴിക്കുക, പഴം അതുപോലത്തെ അതൊക്കെ കഴിക്കുക. പിന്നെ ബദാം പോലത്തെ നട്ട്സ് കഴിക്കണം, ഒരുപാടല്ല, ആവശ്യത്തിന് ഒരു ദിവസം ഒരു 4-5 എണ്ണം കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അത് ഹെയറിന് നല്ലതായിട്ട്, ഞാൻ മുട്ട, പഴം, പാല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ കഴിക്കുമായിരുന്നു. ഇലക്കറികളോട് വലിയ താല്പര്യമില്ല, പക്ഷേ വെജിറ്റബിൾസ് അത്യാവശ്യം ഞാൻ നന്നായിട്ട് കഴിക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചു. ഇതായിട്ട് നമ്മൾ ഹെയർ ലോസ് ഉണ്ടാകാനുള്ള കാരണം എന്ന് വെച്ചാൽ ഡാൻഡ്രഫാണ്. അപ്പോൾ ഡാൻഡ്രഫിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് പറ്റിയിട്ടുള്ള ഹെയർ പാക്കുകൾ യൂസ് ചെയ്യാണ് ഞാൻ ചെയ്തിട്ട്. എനിക്ക് ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് മാറാനുള്ള പാക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. പാക്കുകൾ തയ്യാറാക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഞാൻ ഇട്ട് തരുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഹെയർ ഡാമേജ് ആവാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഹെയർ കളർ ചെയ്യുക, ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതിനൊരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് നമ്മൾ കൂടുതൽ സൺ എക്സ്പോഷർ ഉള്ള സ്ഥലങ്ങളിൽ ഒരുപാട് പൊടികൾ അടിക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ മുടി അഴിച്ചിട്ടിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഹെയറിൻ്റെ പ്രോബ്ലംസ് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്പ്ലിറ്റ് എൻഡ് വരുമ്പോൾ, സ്പ്ലിറ്റ് എൻഡ് എന്ന് പറഞ്ഞാൽ ഹെയറിൻ്റെ അറ്റത്ത് ഇങ്ങനെ മുടി പിളർന്ന് ഇങ്ങനെ
ഒരു റൂട്ട് മാതിരി ഇരിക്കുന്നൊരു സംഭവമാണ് സ്പ്ലിറ്റ് എൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സാധനം വരുമ്പോൾ നമ്മൾ മുടി അതിൻ്റെ അവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ തുമ്പ് വെട്ടാന്ന് പറയില്ലേ, അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ഹെയർ മുകളിൽ തന്നെ അതിൻ്റെ ഡാമേജ് ആയി പൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കട്ടി കുറയാനും താഴോട്ട് മുകളിൽ നല്ലതായിട്ട് വളർന്നു വന്നിട്ട് താഴോട്ട് ഇങ്ങനെ താര് പോലെ പോകാനുള്ള ചാൻസസ് ഒക്കെ ഇത് കാരണമാണ് ഉണ്ടാകുക. ഹെയർ വാഷ് ചെയ്യുമ്പോൾ മുടി, അതായത് നമ്മൾ വാഷ് ചെയ്യുന്ന ദിവസം മുടി വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ മുക്കിയിട്ട് അതിന് തിരിച്ചെടുത്ത് അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്യുന്നത് നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഹെയർ ഗ്രോത്ത്, അത് എനിക്ക് നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലെങ്ത് കൂട്ടാനായിട്ട്, ലെങ്ത് കൂട്ടാൻ അത് വളരെ നന്നായിട്ട് എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ടാണ്. ഷാമ്പൂ ചെയ്യുമ്പോൾ ഷാമ്പൂവിനെ നേരെ എടുത്ത് ഇങ്ങനെ ഉച്ചിയിലോട്ട് എടുക്കുന്നതിനെക്കാട്ടിലും കുറച്ച് ഇങ്ങനെ കപ്പിൽ അതിനെടുത്തിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഷാമ്പൂ ഉപയോഗിക്കാറുള്ളൂ, അതായത് ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഡയറക്റ്റായിട്ട് അത് അങ്ങനെ ഇടുമ്പോൾ നമുക്ക് ഫുൾ ഹെയറിലേക്ക് അത് അപ്ലൈ ചെയ്യാനും പറ്റത്തില്ല. അത് അവിടെ ഇരുന്നിട്ട് ആ ഒരു പോർഷനിൽ മാത്രം ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെയ്യും. അടുത്ത കാര്യം വന്നിട്ട് ഓയിലിംഗ് ആണ്. ഹെയർ ഓയിൽ ചെയ്യണം. അപ്പോൾ നമ്മുടെ പണ്ടത്തെ അമ്മൂമ്മമാരൊക്കെ പറഞ്ഞു എന്നെ എണ്ണ തേച്ചാൽ നല്ലതുപോലെ മുടി വളരുമെന്ന് പറയും. പക്ഷേ എന്നെ സംബന്ധിച്ചുള്ളത് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ സിറ്റുവേഷനിൽ നമ്മൾ എന്നും ഹെയർ ഓയിൽ ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ അങ്ങനെ ഹെയർ ഓയിൽ ചെയ്യുന്ന ഒരാളല്ല. അതായത് നമ്മൾ ഒരുപാട് എൻ്റെ തന്നെ ഓയിലി സ്കിന്നാണ്. അപ്പോൾ ആ ഓയിലും കൂടി ഇറങ്ങി വന്ന് പിന്നെ ഹെയറിൽ നമ്മളിപ്പം പണ്ടത്തെ കാലത്ത് പോലെയല്ല, ഇപ്പോൾ ഒരുപാട് പൊടിയും കെമിക്കൽസും ഒക്കെ നമ്മുടെ ഹെയറിലുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഈ ഓയിലായിട്ടിരിക്കുന്ന ഹെയറിലും കൂടി അടിച്ച് കയറിയാൽ നമ്മുടെ ഹെയർ കുറേ കൂടി ഡാമേജ് ആകും. നമ്മൾ നല്ലതിന് വേണ്ടി ചെയ്യുന്നത് കുറച്ചുകൂടി ദോഷമായിട്ടേ വരത്തുള്ളൂ. അപ്പോൾ അതൊന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. പിന്നെ ഞാൻ ഹെയറിൽ ഓയിൽ ചെയ്യണം താഴോട്ട്, അതായത് സ്ട്രാൻഡ്സിൽ ഞാൻ ഓയിൽ ചെയ്യാറുണ്ട്. സ്കാൽപ്പിൽ കൂടുതലായിട്ട് ഓയിൽ ചെയ്യാറില്ല. അതിന് പകരം പക്ഷേ നമുക്ക് എന്തായാലും സ്കാൽപ്പ് നന്നായിട്ടിരിക്കാൻ ഹെയർ ഗ്രോത്ത് അവിടെ നിന്നല്ലോ ഉണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാസ്ക്കാണ് കൂടുതൽ യൂസ് ചെയ്തിരുന്നത്. 2 ടൈപ്പ് ഹെന്ന മാസ്ക് ഉപയോഗിക്കുമായിരുന്നു, അലോവേരയുടെ മാസ്ക് ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾക്ക് ഇട്ടുതരാം. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളിതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് നന്നായിട്ട് ഉണ്ടാകുന്നില്ല, ഹെയർ വളരുന്നില്ല എന്നൊക്കെയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഹെയർ വളരാതിരിക്കാനുള്ള വേറൊരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ജെനറ്റിക്സ് ആണ്. അതായത് നമ്മുടെ അമ്മയ്ക്ക്, അച്ഛനവർക്ക്, അല്ലെങ്കിൽ അച്ഛൻ്റെ ഫാമിലി, അമ്മയുടെ ഫാമിലിയിലൊക്കെ ഉള്ളവർക്ക് പൊതുവേ മുടി കുറവാണെങ്കിൽ, ഹെയർ ഗ്രോത്ത് കുറവാണെങ്കിൽ നമുക്കും അതേപോലെ ഹെയർ ഗ്രോത്ത് കുറയാനും കഷണ്ടി വരാനുള്ള റീസൺസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ജെനറ്റിക്സ് ആണ്. അപ്പോൾ നമുക്ക് എത്ര ഹെയർ കെയർ ചെയ്താലും ഒരു വലിയ രീതിക്കുള്ള ചേഞ്ച് കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ ആ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നമ്മളതിലൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ അത് ഹെയർ ഗ്രോത്തും ബാക്കിയുള്ളവരുടെ പോലെ ഇങ്ങനെ നമ്മൾ മലയാളത്തിൽ പറയത്തില്ല പനംകൊല പോലെ വളരണില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിഷമിക്കാതിരിക്കും, ഡിപ്രസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കാര്യം കൂടി പറഞ്ഞു തന്നത്. അപ്പോൾ എനിക്ക് ബാക്കിലോട്ട് ഇതേപോലെ ഹെയർ ഗ്രോത്ത് ഒരുപാട് ഉണ്ടെങ്കിൽ എനിക്ക് ഫ്രണ്ടിലത്തെ പോർഷൻ കാണുമ്പോൾ നിങ്ങൾക്കറിയാലോ കണ്ടാ കഷണ്ടി കയറി പോലത്തൊരവസ്ഥയാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ രീതിക്കും ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു രീതിക്ക് മുടി വളരണമെന്നില്ല. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമ്മളെ സ്ട്രക്ചർ അനുസരിച്ച്, അതായത് ഹെയർ ലൈൻ അനുസരിച്ച് നമ്മൾ വളർത്തിയെടുക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൂടി മനസ്സിലാക്കുക. ഓക്കെയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഓരോ സബ്സ്ക്രിപ്ഷനും കൂടുമ്പോഴാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ള പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, എങ്ങനെയാണ് എൻ്റെ ഹെയർ ഗ്രോത്ത് ജേർണി നിങ്ങൾക്ക് മനസ്സിലായി, ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് ഉണ്ടായതെന്ന് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കാം. ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഹെയറിനൊരു വ്യത്യാസം വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത്, ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളടുത്തുള്ള ഒരു ലാബിൽ ചെന്ന് ബ്ലഡ് ടെസ്റ്റ് നടത്തിയിട്ട് എന്തെങ്കിലും ഹീമോഗ്ലോബിൻ്റെ കുറവ്, അയൺ ഡെഫിഷ്യൻസി, അല്ലെങ്കിൽ തൈറോയിഡ് അതേപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കും. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.